കാസർഗോഡ് നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. മാതാവിനെ മകൻ മൺവെട്ടി കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി എന്നുള്ളൊരു വാർത്തയിലേക്കാണ്. പൗവൽ സ്വദേശി നബീസിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജോസഫ് അഗസ്റ്റിൻ, ഇതെപ്പോഴാണ് കൊല നടന്നത്? ഈ കൊലയുടെ കാരണം വ്യക്തമായിട്ടുണ്ടോ? മകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ. ശ്രുതി, ഇന്ന് വൈകിട്ട് 4:30 ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. കാസർഗോഡ് ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിൽ ഈ കൊലപാതകം അരങ്ങേറിയത്. ഈ പൗവൽ പെട്രോൾ പമ്പിന് സമീപത്തുള്ള അബ്ദുള്ള കുഞ്ഞിയുടെ ഭാര്യ നബീസ്, അവർക്ക് 62 വയസ്സാണ് പ്രായം. ഇവരാണ് ഈ മകന്റെ ആക്രമണത്തിൽ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. മൺവെട്ടി വെച്ച് തലക്കടിക്കുകയായിരുന്നു ഈ മകൻ. ഇയാളുടെ പേര് നാസർ എന്നാണ് ഇയാളുടെ പേര്. ഈ ആക്രമണം തടയുന്നതിന്റെ ഇടയിൽ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മജീദിനും പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും അമ്മയെ സംഭവ സ്ഥലത്ത് വെച്ച് സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. ഇയാളെ ഇപ്പോൾ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആദൂർ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റു നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഈ മകൻ ഇത്തരത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സൂചന. ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ദാരുണമായ ഒരു സംഭവമായിരുന്നു. മാതാവിനെ ആണ് ഇത്തരത്തിൽ മകൻ മൺവെട്ടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. 4 മണിയോടെയാണ് ഈ പൗവലിൽ ഈ സംഭവം നടക്കുന്നത്. ഈ ആക്രമണം തടയുന്നതിനിടയിൽ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മജീദിനും പരിക്കേറ്റിട്ടുണ്ട്. ഇയാളിപ്പോൾ ചെങ്കള സഹകരണ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഇയാളെ ഇപ്പോൾ ഈ പ്രതിയായിട്ടുള്ള ഈ മകനെ ഇപ്പോൾ ആദൂർ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. മറ്റ് ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രുതി, ജോസഫ്, ഈ മകൻ നേരത്തെയും ഉപദ്രവിക്കുന്ന ആളാണോ? അതായത് ഈ വീട്ടിൽ മറ്റ് ആരും ഉണ്ടായിരുന്നു? ഈ ജ്യേഷ്ഠൻ മാത്രമായിരുന്നോ ഉണ്ടായിരുന്നത്? ഇയാളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് എന്നാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇയാൾ മുമ്പും ഇത്തരത്തിൽ ആക്രമണ സ്വഭാവം പലപ്പോഴും കാണിച്ചിരുന്നതായും ഈ നാട്ടുകാർ നൽകുന്ന വിവരത്തിലുണ്ട്. പക്ഷേ പോലീസാണ് ഒരു സ്ഥിരീകരണം നൽകേണ്ടത്. ഇയാൾ ഏത് സ്വഭാവക്കാരനാണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാകാത്തൊരു സാഹചര്യമുണ്ട്. മറ്റ് കുടുംബ പ്രശ്നങ്ങളാണോ ഇതിന് പിന്നിലുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. ഈ മജീദിന്റെ മൊഴിയായിരിക്കും ഇനി ഏറ്റവും നിർണായകമാകുക. ഇയാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇയാളിപ്പോൾ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും ഈ മരണപ്പെട്ട മാതാവിന് 62 വയസ്സാണ് പ്രായം ഉണ്ടായിരുന്നത്. മറ്റ് അനാരോഗ്യങ്ങളൊന്നും ഉണ്ടായിരുന്ന സ്ത്രീയല്ലായിരുന്നു. ഈ മകന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തി മൂലമാണ് ഈ ദാരുണമായ ഈ മരണം സംഭവിച്ചത്. എന്തായാലും ഇയാളിപ്പോൾ കസ്റ്റഡിയിലുണ്ട്. വിശദമായി ചോദ്യം ചെയ്യുകയാണ്. മാത്രവുമല്ല, ഇൻക്വസ്റ്റ് നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി, വ്യക്തമാണ്. കാസർഗോഡ് ആദൂരിലാണ് മാതാവിനെ മകൻ മൺവെട്ടി കൊണ്ട് തലക്കടിച്ചു കൊന്നിരിക്കുന്നത്. 62 വയസ്സുള്ള നബീസിയാണ് കൊല്ലപ്പെട്ടത്. മകൻ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അക്രമം ചെറുക്കുന്നതിനിടയിൽ ജ്യേഷ്ഠനും പരിക്കേറ്റിട്ടുണ്ട്. ജ്യേഷ്ഠനെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റു വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നതേയുള്ളൂ.